Friends, welcome to the channel. goodhappenshere channel. സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നൊരു സ്മാർട്ട് ടാഗ് ആണ്. നിങ്ങൾ റീസെൻ്റ്ലി കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ആപ്പിൾ അവർ ടാഗ് ഇറക്കിയിട്ടുണ്ട്. അതുപോലെ ഇനി ഒപ്പോ ഇറക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സാംസങ്ങിൻ്റെ സ്മാർട്ട് ടാഗാണ്. ഇത് ആക്ച്വലി ഇതിനൊരു 2250 റേഞ്ച് വരുന്നുണ്ട്. ആക്ച്വലി നമുക്ക് സ്മാർട്ട് ടാഗ് എന്താ സംഭവം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ കീയിലും അതുപോലെ ബാഗിലും അങ്ങനത്തെ നമുക്ക് ഇത് സംഭവം കാണാണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ലൊക്കേഷൻ ട്രാക്കിംഗ് പോലത്തെ ഒരു ട്രാക്കിംഗ് ഡിവൈസാണ്. ആക്ച്വലി നമുക്കിത് ശരിക്കും നിങ്ങൾക്ക് പടം കണ്ടാൽ അറിയാം കീൻ്റെ ഹോളിൽ ഇടാനുള്ള. ഞാൻ ആക്ച്വലി കാറിൻ്റെ കീയിൽ ഇടാന്ന് വെച്ചിട്ടാണ് അത് നോക്കിക്കുന്നത് വാങ്ങിച്ചിരിക്കുന്നത് ആക്ച്വലി. പക്ഷേ ഇപ്പോൾ ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാംസങ് ഫോണിൽ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് കുഴപ്പമുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി പക്ഷേ ഒപ്പോ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒപ്പോ റെനോൻ്റെ സീരീസാണ്. അപ്പോൾ എനിക്കതായിരിക്കും കൂടുതൽ. അപ്പോൾ അതായത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് ട്രൈ നോക്കണം. അപ്പോൾ ഇതിൻ്റെ ബോക്സ് സംഭവം ഇതാണ് ആക്ച്വലി വരുന്നത്. ചെറിയൊരു ബോക്സാണ് ആക്ച്വലി ഇത്. പിന്നെ റീചാർജബിൾ അല്ല, ആക്ച്വലി റീപ്ലേസ്മെൻ്റ് ആയിട്ടുള്ള ബാറ്ററിയാണ്. നോർമൽ ചെറിയൊരു ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. അത് 1 ഇയർ ലൈഫുള്ളൊരു ബാറ്ററി തന്നെയാണ്. പിന്നെ ഇതിൽ വൈബ്രേഷൻ മോഡുണ്ട്, അതുപോലെ സൗണ്ട് ഉണ്ട്, അലാറാം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് സാംസങ് ഫോൺ വേണം. അങ്ങനത്തെ ഒരു ഇഷ്യൂ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ബാക്കി മിക്കെല്ലാം ഭയങ്കര നമ്മുടെ ഒരു M സീരീസിൻ്റെ M11 ആ സീരീസിലൊന്നും നമുക്ക് സപ്പോർട്ടല്ല അത് കേട്ടോ. എന്നുവെച്ചാൽ സ്മാർട്ട് തിങ്സ് എന്ന് പറഞ്ഞൊരു ആപ്പ് വേണം. അത് എല്ലാത്തിനും സപ്പോർട്ട് ഇല്ല. ഒരു 15,000 മുകളിലുള്ള ഫോണുകൾക്ക് മാത്രമേ ഉള്ളൂ. അത് പറയുമ്പോൾ ശരിക്കും A സീരീസിന് അതുപോലെ S സീരീസിന് നോട്ട് സീരീസിന് അങ്ങനത്തെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിത് ഇൻസ്റ്റാളിങ് ചെയ്തൊക്കെ നമുക്ക് സംഭവം നോക്കി നോക്കാം എന്തായാലും. അപ്പോൾ അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. അത് നമുക്ക് ഓണാക്കിയില്ലെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓണാക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ ഇതിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ സാംസങ്ങിൻ്റെ സ്മാർട്ട് ടാഗിൻ്റെ ബോക്സ് ഇതാണ്. ആക്ച്വലി ചെറിയൊരു ബോക്സാണ്. ഇപ്പോൾ ഫ്രണ്ടിൽ തന്നെ സ്മാർട്ട് ടാഗ് 1 പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സാംസങ്ങിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. സൈഡിൽ ഗാലക്സി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്കിത് നമ്മൾ ലഗേജ് പെറ്റ് സിമ്മൊക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കീ, പിന്നെ ഇവിടെ ആയിട്ട് കുറേ എന്താ പറയുക സർട്ടിഫിക്കേഷനുണ്ട്. ബ്ലൂടൂത്തിൻ്റെ CE അങ്ങനെ കുറേ സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ മെയ്ഡ് ഇൻ വിയറ്റ്നാം ആണ്. ആക്ച്വലി ഇത് ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ അതുപോലെ വേറെ കുറേ ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ നെറ്റ് ക്വാളിറ്റി MRP കൊടുത്തിരിക്കുന്നത് 2699 ആണ്. ആമസോണിലൊക്കെ പ്രൈസ് വരുന്നത് 2250 ആണ് ആക്ച്വലി വരുന്നത്. പിന്നെ ജനുവരി 2021 ആണ് മാനുഫാക്ചറിങ് ഡേറ്റ് ഒക്കെ വരുന്നത്. ഇത്ര തന്നെയാണുള്ളൂ. നമുക്കിതിപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇത് സീൽ ഇവിടെ 2 പ്ലാസ്റ്റിക് സീലുകളുണ്ട്. അതുതന്നെയുള്ളൂ, വേറെ ഒന്നുമില്ല. 2 സൈഡിലും ഉണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം എന്തായാലും. ഇതിൽ വേറെ ഒന്നും ഉണ്ടാവില്ല. ബോക്സ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സംഭവം മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ടാഗ് തന്നെയുള്ളൂ, വേറെ ഒന്നുമില്ല. എക്സ്ട്രാ ബാറ്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ പെൻസിൽ ബാറ്ററി എന്നാണ്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. 1 ഇയർ വരെ ലൈഫ് തരുന്നതാണ് കമ്പനി പറയുന്നത്. ആക്ച്വലി എന്താ വെച്ചാൽ നമുക്കിതിൽ വൈബ്രേഷൻ ഉണ്ട്, അലാറാം ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അത്യാവശ്യം പിന്നെ എന്താ ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക ഒരു സ്പെഷ്യൽ ലോ ഇലക്ട്രിസിറ്റി എടുക്കുന്ന ഒരു ബ്ലൂടൂത്താണ്. അതിൻ്റെ പേരെന്തോ സ്പെഷ്യൽ ഉണ്ട്, എനിക്ക് പേര് കിട്ടുന്നില്ല കറക്റ്റായിട്ട്. അപ്പോൾ നമുക്ക് ഞാനിത് പുറത്തേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡിനായിട്ട് ആദ്യം ഒരു സംഭവം ഉണ്ട്, ഒരു പേപ്പർ. അത് കഴിഞ്ഞിട്ട് തലയിരുന്നത് ഇതാണ് നമ്മുടെ ടാഗ്. അത്യാവശ്യം ചെറുതാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു അത്യാവശ്യം വലുതായിരിക്കും വിചാരിച്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ ടാഗ്. ബ്ലാക്ക് കളറാണ്. നമ്മുടെ ഇപ്പോൾ മേശയും ബ്ലാക്ക് ആയതുകൊണ്ട് ഒരു കറക്റ്റ് കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഇതാണ് ആക്ച്വലി സാംസങ്ങിൻ്റെ ബ്രാൻഡിങ്ങിൻ്റെ ഒരു സൈഡിൽ. പിന്നെ നമുക്ക് കീ ഫോബും അതുപോലെ ടാഗും വയ്ക്കാനുള്ള 2 ഹോൾസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് ഒരു ഗാലക്സി സ്മാർട്ട് ടാഗ് എന്ന് പറഞ്ഞാൽ ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ഇത് സ്വിച്ചാണ് കേട്ടോ. ആക്ച്വലി നമുക്ക് കണക്ട് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സ്വിച്ചാണ്. അതിലിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സാംസങ്ങിൻ്റെ ഫോണുകൾക്ക് മാത്രമേ സപ്പോർട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു സാംസങ്ങിൻ്റെ ഫോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ബ്ലൂടൂത്ത് ഓണാക്കിയിട്ട് നമ്മുടെ സ്ക്രീൻ ഒന്ന് കുറയ്ക്കട്ടെ ഞാൻ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ക്യാമറയിൽ ശരിയാവില്ല. അപ്പോൾ നമ്മുടെ സ്ക്രീൻ ബ്രൈറ്റ്നസ് ഞാൻ കുറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് വേണ്ടത് സ്മാർട്ട് തിങ് എന്ന് പറഞ്ഞൊരു ആപ്പാണ് ഇവരുടെ സാംസങ്ങിൻ്റെ ഫോണിൽ. ഇത് ഇൻബിൽഡ് ഉണ്ടായിരിക്കും നമ്മുടെ നോർമൽ എല്ലാ ഫോണിലും. പിന്നെ നമ്മുടെ കുറച്ച് ഒരു റേറ്റ് കുറഞ്ഞ മോഡലുകളിലായിരിക്കും ഇത് ഉണ്ടാവാണ്ടിരിക്കുക ആക്ച്വലി. അതിന് പക്ഷേ സപ്പോർട്ടും ഇല്ല കേട്ടോ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇതിന്. നമുക്കൊരു 15,000 ആയപ്പോഴുള്ള ഫോണുകൾക്ക് മാത്രമേ A സീരീസിനും അതുപോലെ എന്താ പറയുക പിന്നെ നോട്ട് S സീരീസ് അങ്ങനത്തെ കുറേ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് ടൈമാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് ആക്ച്വലി. അപ്പോൾ അവർ കുറേ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് പെയർ ചെയ്യേണ്ട ഒരു 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സാംസങ് അക്കൗണ്ടാണ്. അപ്പോൾ നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ടും തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ അത് ഓൾമോസ്റ്റ് ഞാൻ ഫസ്റ്റ് യൂസിന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിതിൻ്റെ ഒരു പ്രസ് അപ്പോൾ ഒരു ചെറിയ സൗണ്ട് വന്നു കേട്ടോ. ആക്ച്വലി
നമുക്ക് അതവിടെ വലിയ കാണിച്ചിട്ടുണ്ട് സാംസങ് ഗാലക്സി സ്മാർട്ട് ടാഗ് ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ സാംസങ്ങിൻ്റെ ഡിവൈസ് ആയ കാരണം അങ്ങനെ ഒരു ഗുണമുണ്ട്. നമുക്കിത് ഇനി ആഡ് ടു ദ ഡിവൈസ് ടു സ്മാർട്ട് തിങ് നമുക്ക് ആഡ് കൊടുക്കാം. അപ്പോൾ ലൊക്കേഷൻ എനേബിൾ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ എനേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഗെറ്റിംഗ് എവരിത്തിങ് റെഡി എന്ന് പറഞ്ഞാൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആക്ച്വലി അത് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ അതിൻ്റെ യൂസർ ഇൻഫർമേഷനൊക്കെ ഒന്ന് അഗ്രി ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഗെറ്റിംഗ് എവരിത്തിങ് റെഡി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടാഗിൽ കാണിച്ചു ഓൾറെഡി. നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. അപ്പോൾ കണക്റ്റിംഗ് ടു യുവർ സ്മാർട്ട് ടാഗ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നുണ്ട്. പ്രസ് ദ ബട്ടൺ ഓൺ ദ സെൻറ്റർ ഓഫ് ദ സ്മാർട്ട് ടാഗ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രസ് ചെയ്തു. അപ്പോൾ ഇവിടെ സൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ദർ എന്ന് പറഞ്ഞാൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ രജിസ്റ്ററിങ് ടു യുവർ സാംസങ് അക്കൗണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. സാംസങ് അക്കൗണ്ടിൽ സൈൻ ആണോ എനിക്കൊരു ഉറപ്പില്ല. നമ്മുടെ ഈ ഫോണിൽ 52% ഇപ്പോൾ ഓൾറെഡി സിങ്ക്രണൈസ് ആയിട്ടുണ്ട്. ഒരു 1 മിനിറ്റിൻ്റെ താഴെ തന്നെ വേണ്ടു നമുക്കിത് സെറ്റ് ആവാൻ. അത്ര ടൈമൊന്നും വേണ്ട. നമുക്ക് ഈ ബ്രൈറ്റ്നസ് കുറച്ചും കൂടി ഒന്ന് കുറയ്ക്കാം. അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പേര് മാറ്റി കൊടുക്കാൻ വേണമെങ്കിൽ, ഇപ്പോൾ വെറും സ്മാർട്ട് ടാഗിനെ പറയാൻ വേണമെങ്കിൽ എൻ്റെ പേരും കൂടി കൊടുക്കാം. നമുക്ക് ഫ്രണ്ടിൽ ഡണ്ണ് കൊടുത്തു. അത്രേ ഉള്ളൂ സെറ്റപ്പ്. വേറെ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് വേണമെങ്കിൽ ഞാൻ ആക്ച്വലി നമ്മുടെ കാറിൻ്റെ കീഴിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇത് വാങ്ങിയത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൽ നമുക്ക് ഇതിൻ്റെ ഇതുമേ കണക്ട് ചെയ്ത് വെക്കാം. ആക്ച്വലി നമ്മുടെ കീൻ്റെ ഇതുണ്ടല്ലോ, ഇവിടെ കീ ആഡ് ചെയ്യാനുള്ള ഒരു നോബ് ആഡ് ചെയ്യാനുള്ളതും ഒരു ടാഗ് ആഡ് ചെയ്യാനുള്ളതും. ഇത് നമുക്ക് ഇവിടെ ഓപ്പണിങ് കാണേണ്ടത്. നമുക്ക് അത് ബാറ്ററി മാറ്റാനുള്ളതാണ്. അത് നമുക്ക് ആയിട്ടില്ലേ, നമുക്കിതൊന്ന് ഈ കീയിലിടാം. അപ്പോൾ നമ്മുടെ സെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട്. ഉണ്ട് എൻ്റെ പേര് സ്മാർട്ട് ടാഗ് കാണിക്കുന്നുണ്ട്, നിയർ ബൈ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൺട്രോൾ യുവർ സ്മാർട്ട് ഹോം ഫ്രം യുവർ കാർ വിത്ത് ആൻഡ്രോയിഡ് ഓട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അതൊരു ആഡ് ഓൺ പ്ലഗിൻസ് ഡൗൺലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഡൗൺലോഡും ചെയ്തിരിക്കാം. ഇപ്പോൾ ഡൗൺലോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ വന്നിട്ട് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി കുറച്ച് എന്താ സെറ്റ് ചെയ്യാൻ കുറച്ച് പാടുപെട്ടു. ആക്ച്വലി ഇവരുടെ കുറച്ചും കൂടി ഇതൊരു യൂസർ ഫ്രണ്ട്ലി ആക്കായിരുന്നു ഇവർക്ക്. എന്ന് വെച്ചാൽ നമ്മളൊരു ആപ്പ് അപ്ഡേറ്റ് ആവാണ്ട് കുറച്ച് പണിയെടുത്തു. റീസ്റ്റാർട്ടും അതുപോലെ ഫോർ സ്റ്റോപ്പും സാംസങ് അക്കൗണ്ടിലേക്ക് റീസൈനിങ് ഒക്കെ ചെയ്തിട്ട് വന്നു. ആക്ച്വലി ലാസ്റ്റ് ഫൈനലി പക്ഷേ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ സ്മാർട്ട് ഇവിടെ ഇതാണ് അതിൻ്റെ ഹോം പേജ് വരുന്നത്. ഇപ്പോൾ നമുക്കിവിടെ കാണാം സ്റ്റാറ്റസ് നിയർ ബൈ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ കാറിൻ്റെ കീനിലെ കൂടെ ഇട്ടായിരുന്നു ആക്ച്വലി. അപ്പോൾ നിയർ ബൈ ഇവിടെ കാണിക്കുന്നുണ്ട് ആക്ച്വലി നമുക്ക്. പിന്നെ നമുക്ക് ഇവിടെ അതിൻ്റെ ലൊക്കേഷൻ കാണണമെങ്കിൽ ഗെറ്റ് സ്റ്റാർട്ടഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലൊക്കേഷൻ ഇവിടെ കാണാം. ഇപ്പോഴും പറയേണ്ട ഓരോ പ്ലഗിൻസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇവരുടെ പ്ലഗിൻസ് കുറേ ഇങ്ങനെ ഉണ്ട്. അതിങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ കുറേ ഡൗൺലോഡ് ആവുന്നില്ല. അതാണ് ആക്ച്വലി വേറെ പ്രോബ്ലം. പിന്നെ നമുക്ക് കാറ്റഗറി ഞാൻ ഇപ്പോൾ കൊടുത്തേക്കുന്നത് കണ്ടോ, കീയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ കീയാണ് കിടക്കുന്നതിന് ഇപ്പോൾ അതിന് മനസ്സിലായിട്ടുണ്ട്. പിന്നെ യൂസ് ബട്ടൺസ് ഫോർ ഓട്ടോമേഷൻ. നമുക്ക് ഇതിൻ്റെ ബട്ടൺ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇവിടെ സ്മാർട്ട് ബൾബ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ഷൻ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്, നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. നോട്ടിഫൈ സമ്മൺ, അതല്ലെങ്കിൽ ചേഞ്ച് ദിസ് ലൊക്കേഷൻ മോഡ്, അതിങ്ങനെ മാറ്റാൻ പറ്റും. നമുക്ക് ഈ 4 ഓപ്ഷനുകളുണ്ട്. അത് ക്യാൻസൽ ചെയ്യാം. നമുക്ക് പിന്നെ വോളിയം ഹൈ ആണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഇതാണ് അടിക്കുന്നത് കേട്ടോ, ഈ സൗണ്ടാണ് വരുന്നത്. അത് നമുക്ക് റിംഗ് ടോൺ വേണമെങ്കിൽ മാറ്റാം. ഇതൊക്കെ ബേസിക് റിംഗ് ടോൺസ് ആണ്. അപ്പോൾ ഞാൻ ഈ ടോണിലേക്ക് മാറ്റിയിട്ട് ആക്ച്വലി അപ്പോൾ നമുക്ക് റിംഗ് ടോൺസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പാടാണ്, സെലക്ടിങ് പാട് വരും. നമുക്ക് എന്തായാലും ഏതെങ്കിലും ഒരെണ്ണം അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരെണ്ണമായിട്ടുണ്ട്. ഇപ്പോൾ ഇത് ടോൺ നോക്കാം. പിന്നെ സാധാ ടൈപ്പാണ്, തൽക്കാലം തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ബാറ്ററി കാണിക്കുന്നുണ്ട് സഫിഷ്യൻറ്റ് 1 മിനിറ്റ് ഒക്കെ വന്നിട്ട്. പിന്നെന്താ, അപ്പോൾ നമ്മുടെ മെയിൻ സംഭവം ഇതൊക്കെ തന്നെ. നമ്മുടെ ഈ ലൊക്കേഷൻ മാത്രം അത് എക്സ്ട്രാ പ്ലഗിൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് കുറച്ചും കൂടി ഫീച്ചേഴ്സ് കിട്ടാറുണ്ട് ആക്ച്വലി. നമുക്ക് ഈ ഫോൺ കണ്ടുപിടിക്കാനുള്ള ഫീച്ചേഴ്സൊക്കെ ഉണ്ട് ആക്ച്വലി ഇതിൽ. അതിന് ആ പ്ലഗിൻ ഇപ്പോഴും ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടില്ല, അതാണ് കുഴപ്പമില്ല. ഡൗൺലോഡ് ആവാനുള്ള എന്തോ ഇഷ്യൂ കാണിക്കുന്നുണ്ട് ആക്ച്വലി. ഫുൾ അങ്ങോട്ട് ഡൗൺലോഡ് വരുന്നില്ല ആക്ച്വലി. നല്ല ഫൈബറിലാണ് കണ്ടിരിക്കുന്നത് ആക്ച്വലി. പിന്നെ ഉണ്ട് ഇത് ഈ സംഭവം എന്തോ ഒരു സ്മാർട്ട് തിങ്സ് ഫൈൻഡ്, അത് ഡൗൺലോഡ് ആവുന്നില്ല ആഡോൺ. കുറേ നേരമായി തുടങ്ങിയിട്ട്. അത് ഇവരുടെ ഈ സാംസങ്ങിൻ്റെ ഇവരുടെ സ്റ്റോർ ഉണ്ടല്ലോ, അതിൻ്റെ എന്തോ കുഴപ്പമാണ് ആക്ച്വലി.
അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം ഓണായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫൈൻഡ് ചെയ്യാനും ആക്ച്വലി നമുക്ക് കീ ഫൗണ്ട് ചെയ്യാനും അത് റിംഗ് ടോൺ വെച്ച് ഫൗണ്ട് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ നമ്മുടെ കീ എവിടെ ഇരിക്കുന്നത് നമുക്ക് അത് വെച്ച് നോക്കാം. ഞാൻ നിയർ ബൈ ആണെങ്കിൽ നിയർ ബൈ കാണിക്കും, കുറച്ചടുത്ത് കൊണ്ട് വെച്ചാൽ അത് മാറും നമുക്ക് ആക്ച്വലി. നമുക്ക് കാറ്റഗറി മാറ്റാം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമുക്ക് വല്ല ലൈറ്റ് സ്മാർട്ട് ബൾബ് കൺട്രോൾ ചെയ്യണമെങ്കിൽ അങ്ങനെ ആക്കാൻ പറ്റും ഇതുകൊണ്ട്, ഈ സ്വിച്ച് കൊണ്ട്. അങ്ങനെ കുറച്ച് യൂസുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലെന്ന് പറയാം ആക്ച്വലി. പിന്നെ ഇനിയിപ്പോൾ ഒപ്പോൻ്റെ സ്മാർട്ട് ടാഗ് ഇറങ്ങുന്നുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ശരിക്കും കമ്പാരിസൺ ചെയ്യാം. ആപ്പിളിൻ്റെ ടാഗ് എന്തായാലും ഇന്ത്യയിൽ വരുന്നില്ലെന്ന് തോന്നുന്നു. പിന്നെ അതിന് ആപ്പിൾ ഫോൺ തന്നെ വേണ്ടി വരും. അത് വേറെ ഇപ്പോൾ സാംസങ് തന്നെ, സാംസങ് ഫോണാണ് ആക്ച്വലി അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും ആപ്പിൾ അവരെല്ലാം മിക്കതും ആപ്പിൾ ഫോൺ തന്നെയാണല്ലോ. ഇപ്പോൾ ഓപ്പോ ഇപ്പോൾ എല്ലാ ഫോണും കൂടി ഇറക്കിക്കഴിഞ്ഞാൽ ഓപ്പോൻ്റെ ടാഗ് അത്യാവശ്യം വിറ്റായിരിക്കും. പക്ഷേ എന്നാലും നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ടാഗ് അത്രയ്ക്ക് ഇങ്ങനെ ക്ലിക്കല്ല. ചിലപ്പോൾ ഇനി അങ്ങോട്ട് അതിപ്പോൾ സാംസങ് ഇപ്പോൾ ഇറക്കി, ഇപ്പോൾ ഞങ്ങൾ വേറെ കമ്പനികൾ ഇറക്കി കഴിയുമ്പോൾ അങ്ങനെ ഇപ്പോൾ ആൾക്കാർ യൂസ് ചെയ്ത് തുടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അത്യാവശ്യം കീനൊക്കെ യൂസ് ചെയ്യാനൊക്കെ നല്ലൊരു സംഭവം തന്നെയാണ് ആക്ച്വലി. അത് എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ അങ്ങനെ കീ ഇടയ്ക്കൊക്കെ മറന്നു വയ്ക്കുന്നവർക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ല സംഭവമാണ്. അതുപോലെ കീ ആയാലും ബാഗായാലും അതുപോലെ വാലറ്റിൽ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം വലിയ വാലറ്റാണെങ്കിൽ കൊള്ളും, അല്ലെങ്കിൽ കുറച്ച് ഇഷ്യൂ ചെറിയ സൈസ് വരും. അത്രയ്ക്ക് തിന്നുമല്ല അത്രയ്ക്ക് വലുതുമില്ല, അങ്ങനത്തെ ഒരു സൈസാണ് ആക്ച്വലി വരുന്നത്. നമുക്കിപ്പോൾ ബാഗ് ടൈപ്പൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും നല്ലൊരു സംഭവം തന്നെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ആമസോണിലുണ്ട്, അതുപോലെ സാംസങ്ങിൻ്റെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും, അല്ലെങ്കിൽ സ്റ്റോറിലും എല്ലാത്തിലും അവൈലബിൾ ആണ്. നമ്മുടെ കീനൊക്കെ അതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ കാറിൻ്റെ കീനൊക്കെ നല്ലൊരു സാധനം തന്നെയാണ്, കാറ് ബൈക്ക് അങ്ങനത്തേനൊക്കെ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അതാണ് ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാനും പറയുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.